SSCയുടെയും റെയിൽവേയുടെയൊക്കെ എക്സാംസ് വരാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അതിലൊക്കെ പ്രീവിയസ് ചോദിച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. ഒരു ജോമെട്രിയിലെ ക്വസ്റ്റ്യനാണ്. ട്രയാങ്കിൾ ABC-യിൽ ADയും Bയും CF എന്താണ് മീഡിയൻസ്, ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റ് G ആൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC 156 എന്ന് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ FGE? അപ്പോൾ ഇത് ഒരു വട്ടം ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വട്ടം ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കണം. ADBECF മീഡിയൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മീഡിയൻ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൻ്റെ മീഡിയൻ എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടെക്സിൽ നിന്നുള്ള മീഡിയൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ലൈൻ എന്ന് പറയുന്നത് ലൈനാണ്. അതെന്ത് ചെയ്യും? ആ ഒരു സൈഡിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ആ ട്രയാങ്കിൾ ഒന്ന് വരയ്ക്കാൻ ഞാനത് ഫസ്റ്റ് ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടി ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, ഫിഗർ ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ ഇതാണെങ്കിൽ ഇതിനകത്ത് ADBECF ആണ് മീഡിയൻസ്. ഓക്കെ, അപ്പോൾ AD എന്ന് പറയുന്ന ലൈൻ വരച്ചാൽ ഇതിവിടെ നടുക്ക് മിഡ് പോയിൻ്റ് ആയിരിക്കും. BE എന്ന് പറയുന്ന ലൈൻ വരച്ചാൽ ഈ മിഡ് പോയിൻ്റ് ആയിരിക്കും. CF എന്ന് പറയുന്ന ലൈൻ വരച്ചാൽ ഇത് ഇതിൻ്റെ മിഡ് പോയിൻ്റ് ആയിരിക്കും. ഇതിനാണ് മീഡിയൻ എന്ന് പറയുന്നത്. ഞാൻ ജോയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഇൻ്റർസെക്റ്റിംഗ് അറ്റ് പോയിൻറ്റ് G. അപ്പോൾ G എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്, ഈ മീഡിയൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മീഡിയൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. സെൻട്രോയിഡ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരു പ്രോപ്പർട്ടി കൂടി പഠിച്ചിട്ടുണ്ട്. നമ്മളുടെ ഈ മീഡിയൻ ജോയിൻ ചെയ്യുന്ന മീഡിയൻസിൻ്റെ മിഡ് പോയിൻ്റ് ഉണ്ടല്ലോ, ഇവിടെ ഓരോ സൈഡിൻ്റെയും മിഡ് പോയിൻ്റ്, ഒരു ട്രയാങ്കിളിൽ ഓരോ സൈഡിൻ്റെയും മിഡ് പോയിൻ്റ് ജോയിൻ ചെയ്തുണ്ടാകുന്ന ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ 1/4 പാർട്ടായിരിക്കും. അതാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പഠിക്കേണ്ട ആദ്യത്തെ തിയറം. എന്താ പഠിച്ചത്? ഒരു ട്രയാങ്കിളിൻ്റെ മിഡ് പോയിൻറ്റുകളെല്ലാം ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഏരിയയുടെ 1/4 ആയിരിക്കും. ടോട്ടൽ ഏരിയ 156 അല്ലേ, അതിൻ്റെ 1/4. 156/4 എന്ന് പറയുമ്പോൾ 39. 34 120, 94 36. അപ്പോൾ 39 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ അകത്തുള്ള ഈ ഒരു ട്രയാങ്കിളിൻ്റെ എന്തെന്ന് പറയുന്നത്, ഏരിയ എന്ന് പറയുന്നത്. ഇനി ഇവിടെ വേറൊരു ടിസ്റ്റ് ഉണ്ട്. വേറൊരു ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ G എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, സെൻട്രോയിഡ് തന്നെയാണ്. G എന്ന് പറഞ്ഞാൽ സെൻട്രോയിഡ് തന്നെയാണ്. അപ്പോൾ ആ സെൻട്രോയിഡിനെ, ഇപ്പോൾ ഇത് മിഡ് പോയിൻ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ അതേ പ്രോപ്പർട്ടികൾ തന്നെ ആരും കാണിക്കും, FED എന്ന് പറയുന്ന ട്രയാങ്കിളും കാണിക്കും. ഇനി വാട്ട് ഈസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ FGE, അതായത് FGE ഇതിൻ്റെ ഏരിയ ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് തന്നെയാണ് കേസ്, ഇത് സെൻട്രോയിഡ് ആയതുകൊണ്ട് സെൻട്രോയിഡ് എന്ത് ചെയ്യും, 3 ഈക്വൽ ഏരിയ ആയിട്ട് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. അതായത് ഈ ഏരിയയും, ഓക്കെ വേറൊരു കളർ ഇടാം, ഈ ഏരിയയും ഇവിടുത്തെ ഈ ഏരിയ എന്ത് തന്നെ ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. അതായത് ടോട്ടൽ ഉള്ള ഏരിയ FEDയുടെ ഏരിയ നമുക്ക് കിട്ടി 39 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇതിനെ ഈ സെൻട്രോയിഡ് എന്ത് ചെയ്യും, 3 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് ഇവിടെയും 1/3 × 39, ഇവിടെയും 1/3 × 39, ഇവിടെയും 1/3 × 39. അതായത് 39/3 എത്രയാണ്, 13 വെച്ച് എന്ത് ചെയ്യും, ഇത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് ആൻസർ എത്രയാണ്, FGയുടെ ഏരിയ എന്ന് പറയുമ്പോൾ 13. FGD ചോദിച്ചാലും 13, DGE ചോദിച്ചാലും 13 തന്നെ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. പിന്നെ നിങ്ങൾക്ക് അടുത്ത വട്ടം ഇത് കാണുമ്പോൾ എന്ത് ചെയ്യാം, 156. ഇപ്പോൾ മിഡ് പോയിൻ്റ് ആയതുകൊണ്ട് അവിടുത്തെ എന്ന് പറഞ്ഞാൽ ആ തന്നിട്ടുള്ള ഏരിയയുടെ 4, പിന്നെ എന്ത് ചെയ്യണം, അതിൻ്റെ 3. ഇപ്പോൾ 12 അങ്ങ് ചെയ്താൽ മതി. ഇപ്പോൾ ഡയറക്റ്റ് ഷോർട്ട് കട്ടായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഷോർട്ട് കട്ടായിട്ട് നമുക്ക് പഠിക്കാം. നമുക്ക് എന്താണോ തന്നിട്ടുള്ളത് 156 എന്ന് പറയുന്ന ഏരിയയുടെ എന്ത് ചെയ്യുക, 12 ചെയ്യാം. 12 എങ്ങനെ വന്നാൽ 4 ആദ്യം ചെയ്തു, ഇത് കിട്ടി. അത് കഴിഞ്ഞ് 3 ചെയ്തു. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 12 വെച്ച്. ഇങ്ങനെ നിങ്ങൾ കുറച്ച് ബുക്കിലൊക്കെ ചിലപ്പോൾ കണ്ടു കാണും, 1/12 ഇങ്ങനെ പ്രൂവ് ചെയ്യാനൊക്കെ ചോദിക്കും. ഇതിൻ്റെ ഏരിയ അകത്തുള്ള ഇങ്ങനെ മിഡ് പോയിൻറ്റുകൾ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ട്രയാങ്കിൾ, പിന്നെ അതിനകത്ത് അതും സെൻട്രോയിഡുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 1/12 ഓഫ് ദ ടോട്ടൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ. അങ്ങനെ നിങ്ങൾ തിയറം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനായിട്ട് തന്നെ അത് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസിൽ. പിന്നെ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇത് പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് 12 ഇതേപോലത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ആ ഒരു സാധനത്തെ എന്ത് ചെയ്താൽ മതി, തന്നിരിക്കുന്ന വലിയ ഏരിയയെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ഈ 2 അരിത്തമെറ്റിക്കിലെ ക്വസ്റ്റ്യനോട് ചെയ്യാം. ഓക്കെ, ഓക്കെ നോക്കാം. ഇവിടെ എന്താ പറയുന്നത്, ട്രിപ്പ് 800 കിലോമീറ്റർ ഉള്ളൊരു ട്രിപ്പാണ്. അപ്പോൾ അവിടെ ട്രക്ക് ഫസ്റ്റ് 300 കിലോമീറ്റർ 50 km/h സ്പീഡിൽ പോകുന്നു. അതായത് 300/50 ഡിസ്റ്റൻസ് ബൈ സ്പീഡ് 6 മണിക്കൂർ എന്ത് ചെയ്തു. ഇതെല്ലാ എക്സാംസിനും വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസാണ്. ഇത് ഗ്രൂപ്പ് ഡിയുടെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇപ്പോൾ 300/50 6 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ബട്ട് വാട്ട് സ്പീഡ് ഷുഡ് ഇറ്റ് കവർ ദ റിമൈനിങ് ഡിസ്റ്റൻസ് സോ ദാറ്റ് ദ ആവറേജ് സ്പീഡ് ഈസ് 60 km/h. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസിന് എടുക്കുന്ന സ്പീഡാണ്. അപ്പോൾ അത് ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്, 800.
അപ്പോൾ 800 കിലോമീറ്റർ 60 km/h പോയി കഴിഞ്ഞാൽ ടൈം എത്രയാണ് എടുക്കേണ്ടത്? 800/60 അല്ലെങ്കിൽ 40/3 എടുക്കേണ്ടത്. അപ്പോൾ 40/3 മണിക്കൂറാണ് ടോട്ടൽ വേണ്ടത്. അതിനകത്ത് 6 മണിക്കൂർ ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ എത്ര കിട്ടും ഇത്? 40 മൈനസ് 6 3 18 22/3. 22/3 മണിക്കൂറാണ് ഇനി നമുക്കുള്ള സമയം. അവിടെ പോകേണ്ടുന്ന സ്പീഡല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പോൾ എത്രയാണ് റിമൈനിങ് ഡിസ്റ്റൻസ്? റിമൈനിങ് ഡിസ്റ്റൻസ് 300 കഴിഞ്ഞു. ബാക്കി 500 കിലോമീറ്റർ ഡിവൈഡ് ബൈ എത്ര മണിക്കൂർ? 22/3. നമുക്ക് 2 വെച്ച് കിട്ടുമ്പോൾ ഇവിടെ 250 × 3 750/11 km/h എന്ത് ചെയ്യണം? റിമൈനിങ് ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യണം? കവർ ചെയ്യണം. ഓപ്ഷൻ ഡി നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കൊടുക്കാം. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റൻ ആണ്. കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റൻ കൂടെ ചെയ്യാം നമുക്ക്. യെസ്, സരിത ബൈസ് 2 ഓൾഡ് സാംസങ് ഫോൺസ് ആൻഡ് 3 MI മൊബൈൽ ഫോൺസ് ഫോർ ഇത്രയും രൂപ. സെൽസ് ദ സാംസങ് ഫോൺ അറ്റ് 10% പ്രോഫിറ്റ് ആൻഡ് ദ MI ഫോൺ അറ്റ് 20% പ്രോഫിറ്റ്. ടോട്ടൽ പ്രോഫിറ്റ് ഇത്രയാണ്. കോസ്റ്റ് പ്രൈസ് ഓഫ് MI ഫോണാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിന് നിങ്ങൾ എക്സോ വൈയോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അലിഗേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് വെച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാം. അപ്പോൾ ടോട്ടൽ 40,200 അയാളുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ അലിഗേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ സാംസങ് ഫോൺ എല്ലാം 10% പ്രോഫിറ്റിനാണ് വിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് നമ്മൾ വാങ്ങിയ ഫോണെല്ലാം സാംസങ് ഫോണാണ്. ടോട്ടൽ സാംസങ് ഫോണിൻ്റെ കോസ്റ്റ് 40,200 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ സാംസങ് ഫോൺ വിറ്റ് എത്രയാണ്? 10% പ്രോഫിറ്റിന്. അപ്പോൾ 40,200 10% 4,020 രൂപ സാംസങ്ങിന് കിട്ടി. ഇനിയിപ്പം മൊത്തവും വാങ്ങിയതും MI ഫോൺ ആയിരുന്നെങ്കിലോ 40,200 രൂപ MI ഫോണിനായി. എത്രയോ ഫോണുണ്ട്? 3 ഫോണുണ്ട്. അതിന് എത്ര ശതമാനം കിട്ടി? 20%. അതായത് ഇതിൻ്റെ 20% 4,020 × 2 8,040 രൂപ കിട്ടിയാണ്. പക്ഷേ ഓവറോൾ എത്ര കിട്ടിയത്? രണ്ടും ഫുള്ള് അല്ല. ഇത് കുറച്ചുണ്ട്, ഇത് കുറച്ചുണ്ട്. എന്നാൽ ടോട്ടൽ പ്രോഫിറ്റ് എത്ര കിട്ടിയത്? 5,640 കിട്ടിയത്. അപ്പോൾ ഈ ഡിഫറൻസ് എടുക്കും. ഇങ്ങനെയാണ് അലിഗേഷൻ ചെയ്യുന്നത്. ഡിഫറൻസ് എടുക്കുമ്പോൾ ഇവിടെ സാംസങ് ഫോണിൻ്റെ റേഷ്യോ, ഇവിടെ MI ഫോണിൻ്റെ റേഷ്യോ. അപ്പോൾ എത്ര കിട്ടും ഇത്? ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 40 നോക്കണ്ട. 5,600 8,000 400 ആകുമ്പോൾ 6,000. ഇവിടെ 2,400 വരും. ഇവിടെ എത്ര വരും? ഇവിടെ എത്ര വരും ഡിഫറൻസ്? ഇവിടുത്തെ ഡിഫറൻസ് ഇവിടെ എഴുതണം, ഇവിടുത്തെ ഡിഫറൻസ് ഇവിടെ എഴുതണം. ഓക്കെ, അലിഗേഷൻ എന്താണെന്ന് നന്നായിട്ട് എന്ത് ചെയ്യണം? അറിയണം. ഓക്കെ, ഇത് നോക്ക് എത്ര ഡിഫറൻസ് വരും? ഒരു 20 കൂടെ നോക്ക്. ഒരു 20 കൂടെ കൊടുക്കുമ്പോൾ എന്ത് വരും? 40 ആവും. പിന്നെ ഒരു 620 ആകുമ്പോൾ 4,640. പിന്നെ ഒരു 1,000 1,620 1,620 റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 240 റേഷ്യോ 162. അപ്പോൾ ഈ സാംസങ്ങിന് 240 യൂണിറ്റ് പൈസയായെങ്കിൽ MI ഫോണിന് 162 യൂണിറ്റ് പൈസയായി. രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 402 യൂണിറ്റ്. ഈ 402 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് ഒറിജിനലായിട്ട് എത്ര വന്നിട്ടുള്ളത്? 402.00. നമുക്ക് എന്തിൻ്റെ വാല്യൂ ആണ്? MI ഫോൺ എന്ന് പറഞ്ഞാൽ 162 യൂണിറ്റ് ആണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇത് എത്ര MI ഫോൺ ഉണ്ട്? അത് 3 MI ഫോൺ ഉണ്ട്. നമുക്ക് ഒരു MI ഫോണിൻ്റെ വാല്യൂ ചോദിച്ചത്. അപ്പോൾ ഇത്രയെന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ 3 MI ഫോണിൻ്റെ വിലയാണ്. അപ്പോൾ ഒരു MI ഫോണിൻ്റെ വില എന്ന് പറഞ്ഞാൽ ബൈ 3 ചെയ്യുക. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം 10 100 ഇപ്പോൾ 162/3 എന്ന് പറയുമ്പോൾ 54 അപ്പോൾ 54,2,0 ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. അപ്പോൾ അലിഗേഷൻ എന്ന് പറയുന്ന മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ എക്സും വൈയും ഒക്കെ ഇട്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾ ടോട്ടൽ സെയിം 10 വെച്ചാണ് കൂടിയത് അങ്ങനെയൊക്കെ എടുക്കേണ്ടി വരും. പക്ഷേ കാൽക്കുലേഷൻ സ്പീഡും കൺസെപ്റ്റും അറിയാമെങ്കിൽ ഇതായിരിക്കും ഏറ്റവും എളുപ്പം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഏകദേശം ഒരു 3 ക്വസ്റ്റ്യൻ ചെയ്തു. ഓക്കെ, അങ്ങനെ ചെറിയ സെഷനുകളായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ക്ലാസ്സുകൾ നമ്മൾ മാക്സിമം ഈ ചാനൽ വഴി തന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിലുള്ള എല്ലാ എക്സാംസിനുള്ള ക്ലാസ്സുകൾ കാണുക. ഓക്കെ, അപ്പം CGLൻ്റെ ക്ലാസ് എല്ലാ എക്സാംസിനും ഉപയോഗിക്കാം. നിങ്ങൾക്ക് അടുത്ത് വരുന്ന MTSന് ഉപയോഗിക്കാം, നിങ്ങളുടെ CPOയ്ക്ക് ഉപയോഗിക്കാം, അതുപോലെ റെയിൽവേക്കും എല്ലാത്തിനും, JEക്കും എല്ലാത്തിനും ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. CGLൻ്റെ ക്ലാസ്സുകളെല്ലാം കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ പഴയ ക്ലാസ്സുകളെല്ലാം എന്ത് ചെയ്യാം? കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.